ഒരു കാഴ്ച അത് നമുക്ക് കൗതുകമായി മാറുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോഴാണല്ലോ, അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വീടും. ആദ്യമായിട്ടായിരിക്കാം ഇത്രയും ലെവലിലൊരു സ്ട്രക്ചർ കാണുന്നത്. അതുകൊണ്ടാണോ എന്തോ ഇഷ്ടം തോന്നി അത് വീഡിയോ ആക്കണമെന്നും നിങ്ങളെ കാണിക്കണമെന്നുള്ളൊരു കൗതുകം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഇവിടെയൊന്നുമല്ല, കുറച്ച് ദൂരെയാണ്. തൃശ്ശൂർ മാള എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീടാണ്. അതായത് എൻ്റെ ഇക്കടെ ബോസിൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട്ടിൽ കയറിയ സമയത്ത് ഉണ്ടായൊരു കൗതുകം വീഡിയോ ആക്കി പകർത്തണമെന്ന് തോന്നി. സോ അത് വീഡിയോ ആക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ലിവിങ് ഹാളും റൂമും ഓരോ കൊത്തുപണികളും അതിൽ വെച്ചിരിക്കുന്ന ചെടി പോലും വളരെ മനോഹരമായ രീതിയിൽ പണിത് കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം വളരെ ആകർഷണം മാത്രമല്ല, ഒരു കൗതുകം കൂടിയാണ് തോന്നിയത്. എപ്പോഴത്തെ കാലത്തും ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയൊരു കൗതുകമോ എന്തോ ഒന്ന് അത് വീഡിയോ ആയിട്ട് പകർത്താനാണ് തോന്നിയത്. ഒരു രാജകൊട്ടാരത്തിൽ കയറിയൊരു വീതിയില്ലേ, എന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു നർത്തകിയുടെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? അവൾ ഓടി നടന്ന് കാണുന്ന തിരക്കില്ല, എവിടെ ഇരിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കിട്ടിയ ചാൻസിൽ എല്ലാ കസേരയിലും പോയി ഇരിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറി പോകണമെന്നുള്ളത് എൻ്റെ ഒരു ഇത്. അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്നതാണ്. ലിഫ്റ്റിൽ കയറണോ സ്റ്റെപ്പിൽ കയറണോ? എന്തായാലും സ്റ്റെപ്പ് കയറി ഓരോ റൂമുകളും കയറി പരതി നടക്കുകയാണ്. ഇതിനൊരു അവസാനം എവിടെയാണെന്നാണ് എൻ്റെ ആലോചന. എന്തായാലും പോളി മേക്കിംഗ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ഓരോ ഭാഗം ഇങ്ങനെയൊക്കെ ആവണം. അവിടെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങൾ ഇവിടെ ആയിരിക്കണം, അത് ഇങ്ങനെ വെക്കണം എന്നുള്ള ഒരു അടുക്കും ചിട്ടയും മാറുന്നൊരു പ്ലാൻ ഈ വീട്ടിൽ ഉണ്ട്. അത് ഓരോ ഭാഗത്ത് നമുക്ക് പോയി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ലിഫ്റ്റൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അതുപോലെ തന്നെ അവർക്ക് പ്രെയർ ഹാള്, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 റൂംസ്, ചാറാ കുറേ റൂംസ്. അതാണ് സത്യം. എവിടെയൊക്കെ പോയി തിരിഞ്ഞു നോക്കിയാലും കുറേ ലൈറ്റ്സ്, കുറേ പൂച്ചെടികൾ. ഇതൊക്കെ ഒന്ന് വീഡിയോ എങ്കിലും ആക്കിയില്ലെങ്കിൽ മോശമല്ലേ ഗൈസ്? സോ അതാണ് ഈ സ്റ്റെപ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. സ്റ്റെപ്പിൽ കയറി കുറേ ദൂരത്ത് പോകുമ്പോൾ ലൈറ്റൊക്കെ കത്തുന്നത് കാണാം. മുകളിലോട്ട് ചാടി പടഞ്ഞ് കയറുന്നത് അവിടെ മുകളിലുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് സാറിൻ്റെ മോളാണ്, പുള്ളിക്കാരൻ്റെ മോനും മരുമകളുമാണ്. അതേ കുഞ്ഞ് മുകളിലോട്ട് ഓടുന്നുണ്ട്. പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ ഓളെ കൂടെ പുറക്കി വെച്ച് പിടിച്ചു. കണ്ടോ ലൈറ്റ് എത്തുന്നുണ്ടോ? ഇതൊക്കെ ലൈറ്റ് പിടിപ്പിച്ച് വെച്ചേക്കാണ്. പഠിച്ചു എന്തൊക്കെയാണ്. ഇനി മുകളിലത്തെ ഒരു സംഭവം കണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ലൈറ്റ്സ് കണ്ടില്ലേ? ലൈറ്റ് ഫുള്ള് സെൻട്രലൈസ്ഡ് AC-യും ഫുൾ ക്യാമറയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയപ്പോൾ തന്നെ ചായയൊക്കെ കിട്ടിയായിരുന്നു. അടുത്ത ബെഡ്റൂമിലോട്ട് ആൾ ഓടിപ്പടഞ്ഞ് കയറുകയാണ്. ആൾ ഏതോ പ്ലേ ഗ്രൗണ്ടിലെത്തിയ ഫീതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുവാണ്. അവർക്കറിയത്തില്ലല്ലോ ഇത് ബോസിൻ്റെ വീടാണെന്ന്. നേരെ തിരിഞ്ഞ് അടുത്ത റൂമിലോട്ടും ഹാളിലോട്ടുള്ള പരത്തിലാണ്. അവിടെ ഇങ്ങനെ ഓരോ വാൽക്കണ്ണാടികൾ ഇരിക്കുന്നത് കാണാം. എന്തായാലും എനിക്ക് ഫീൽ ചെയ്ത് ഇത് ഏതോ പഴയ കൊട്ടാരത്തിൽ വന്നു നിന്നൊരു പ്രതീതിയായിരുന്നു. ഇവിടെ രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും മാത്രം കുറവേ കണ്ടുള്ളൂ. ഞാൻ തൽക്കാലത്തേക്ക് എന്നെ തന്നെ ഞാൻ രാജകുമാരിയാക്കി ഗൈസ്. അല്ല പിന്നെ ഇവിടുത്തെ മേൽനോട്ടം നടത്തുന്ന അങ്കിളാണ് നമ്മൾ ഓരോ റൂമിലോട്ടും കൊണ്ടുപോയി കാണിച്ചിരുന്നത്. അത് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ പുള്ളി ബിസിയാണ്. സത്യത്തിൽ പുള്ളിയല്ലേ രാജാവ് ഗൈസ്.
അവിടെ ഫുൾ ടൈം ഉണ്ടാവുന്നത് പുള്ളിയാണ്. അവിടെ ബോസൊന്നും ഉണ്ടാകത്തില്ല. ഫുൾ ടൈം ഡ്യൂട്ടി പുള്ളിക്കാണ്. സോ ഞാൻ പുള്ളിയോട് പറഞ്ഞു, അങ്കിളെ ഇവിടുത്തെ ബോസ് അങ്കിളാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു വീട് ഫുൾ കെയർ ചെയ്യുന്നത് അങ്കിളല്ലേ, അപ്പോൾ അങ്കിൾ തന്നെയാണ് ഇവിടുത്തെ പുലി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു ചിരി കാണാം ഗൈസ്.